ഹലോ, എല്ലാവർക്കും നമസ്കാരം. കിച്ചൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അതിന് വേണ്ടി 1 കിലോ ചിക്കൻ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചധികം ചെറിയ ഉള്ളിയാണ് വേണ്ടത്. അപ്പോൾ ഈ കറി ഞാൻ ബീഫിൽ ചെയ്ത് കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ചിക്കനിൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഒരുപാട് ഭയങ്കര ടേസ്റ്റ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കുഴപ്പമില്ല, കഴിക്കുക, വല്ലപ്പോഴൊക്കെ ട്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം എന്നാൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി വേണമെന്നുള്ളവർക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ചധികം ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് ഉണക്കമുളക്, അതായത് വറ്റൽമുളക് മിക്സീൻ്റെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതും അത് മാത്രമേ ഉള്ളൂ ഇതിൽ മസാലയായിട്ട് ചേർക്കണം. പിന്നെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ അതായത് ഉള്ളി അതുപോലെ തന്നെ ഇട്ട് കൊടുത്തു. ചതയ്ക്കണമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം വലിയ ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഈ കളർ കാണുമ്പോൾ നിങ്ങൾ കരുതും ഇത് ഉള്ളി കരിഞ്ഞു പോയൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഡ്രൈ പരുവായിരുന്നുള്ളൂ. ശരിക്കും ഇതിങ്ങനെയല്ല വേണ്ടിയിരുന്നു, ഒന്ന് കുഴഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയത് കൊണ്ട് ഒന്ന് ഡ്രൈ ആയി വരുന്നു. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടിയൊക്കെ വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്ത് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി അടച്ച് വെച്ച് അങ്ങനെ വേവിച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർക്കണില്ല കേട്ടോ. പിന്നെ ഗരം മസാലയൊന്നും അതും ചേർക്കണില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നല്ലൊരു രുചി കരുതിയിട്ട് ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യരുത്. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ചിക്കനും ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇതിന്ന് ഇറങ്ങണ വെള്ളം ഉണ്ടല്ലോ, അതിൽ അങ്ങനെ ആവിയിൽ കടന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അതാ ഇറച്ചിയിൽ നിന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഇതിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ കളറൊന്നും മാറി നല്ലൊരു റെഡ് കളറായിട്ടുണ്ട്. മഞ്ഞളൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നാളികേരം കൊത്ത് നമ്മൾ നേരത്തെ ചെറിയ ഉള്ളി വഴറ്റിയില്ലേ, അപ്പോൾ നേരത്തെ കറിവേപ്പില ചേർത്തതിന് ശേഷം നാളികേരം ഒന്ന് വറുത്തെടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്താൽ മതിയായിരുന്നു. ഞാനത് മറന്നുപോയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ചേർക്കാമായിരുന്നു എന്ന്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോയ ബുദ്ധിയല്ലേ, അത് ആന പിടിച്ചാൽ തിരിച്ച് കിട്ടൂലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വന്ന് അതിൻ്റെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതാ ഒന്ന് വറ്റിയൊക്കെ ഗ്രേവിയൊക്കെ ആയിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് അടുപ്പത്ത് കിടക്കട്ടെ, ഒന്നുകൂടെ ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാ ഇതുപോലെ ഇരിക്കും അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.